ഹലോ, ഞാൻ ജോമോൻ ഫ്രാൻസിസ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് പുള്ളെന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളായിരിക്കും നമ്മളിന്ന് കാണാം. പിന്നെ ഞാൻ മാത്രമല്ല വന്നിരിക്കണത്, എൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഇത് അനൂഷ്, ഇത് ഷോൺ. ഇവർ 2 പേരും കൂടി ഉണ്ട് നമ്മളോട്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഞാൻ കറക്റ്റ് പുള്ളിലെത്തി. പുള്ളിലത്തെ അവിടെ നിൽക്കണ 2 സൈഡും പാടാണ്. പുള്ളിയാണ് നല്ല സൈഡാണ്. ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ തൃശ്ശൂർ പൂരം പടം കണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും. ജയസൂര്യ പുള്ളിഗിരി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ സ്ഥലം ഇതാണ് കേട്ടോ. പുള്ളിഗിരി എന്ന് പറഞ്ഞ ക്യാരക്ടർ തൃശ്ശൂർ പൂരം പോയി ജയസൂര്യ ഉപയോഗിച്ചത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ ഇവിടെ വന്നിട്ടാണ് ഒരു മാസത്തെ ഓടി സ്ഥലമാണ് കേട്ടോ. ഇത് ആ സ്ഥലം ഇതാണ്, പുള്ളി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് ആൾക്കാർ കണ്ടിരിക്കുന്നുണ്ട്. പുള്ളിലത്തെ ഫുഡ് അടിക്കാനാണ് ആൾക്കാർ മെയിനായിട്ട്. തട്ടുകടയ്ക്കാണ് നമ്മൾ പോകണത്. നമ്മുടെ ബീഫുകൾ റെഡി. സബോള, വെള്ളരിക്ക, നാരങ്ങ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുക. ഗാർണിഷ് ചെയ്തിട്ട് ഇങ്ങനെ സാധനം. ഇത്രയും ഇവിടെ വരെ വന്നിട്ട് ഒരു ബീഫും കൂടുതൽ കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ പൊള്ളിയാണ്. എന്നാ കണ്ടില്ല, കഴിക്കണ ആംബിയൻസും കഴിക്കുന്ന സാധനം പൊള്ളിയാണ്. കുറേ പേര് കൊറോണ കാരണം മിസ് ചെയ്യുന്നുണ്ടാവും ഈ സാധനം. കൊതിപ്പിക്കണമെന്നല്ല, പക്ഷെ എന്താ പറയുക, സാധനം സംഭവം സൂപ്പറായിട്ടുണ്ട്. എന്താ പറയാ, എല്ലാവരും വന്ന് കഴിക്കും, നല്ല രസമുണ്ട്. അടിപൊളി ഫുഡ് അടി കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് പിരിയാണ്. അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ഇവിടെ നിറച്ച സ്പോട്ട് തന്നെയാണ്. Drunk and tipsy in the shop, Kal and curry on the house, vibing with the nut pump, tripping on a kuttu paattu. Indini kanniru po, vendavade vendivade. കേട്ടോ, അയ്യോ എടാ, ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ട് എവിടത്ത് നീന്താൻ പോലും അറിയാതെ ഞാൻ. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളിതുപോലെ കയറിയിട്ടൊക്കെ ഉണ്ടാവും, കയറിയിട്ടുണ്ടാവില്ല. അപ്പം എന്താ പറയാ, നല്ല കുലുക്കൊക്കെ ഉണ്ട്. വീഴോന്നുള്ള കാര്യം അറിയില്ല. ചേട്ടൻ പേരെന്താ? പ്രദീപ്. നമ്മളൊരു താമര പൊട്ടിക്കട്ടാ. പൊട്ടി, എൻ്റെ ഇത് പൊട്ടി. അടിയിൽ നിന്ന് പൊട്ടിക്കാൻ നോക്കിയതാ, താഴേന്ന് പൊട്ടി. കുഴപ്പമില്ല, കയ്യിലിരിക്കട്ടെ. ഒരു താമര പൊട്ടിച്ചിട്ടുണ്ട്. അയ്യവാ, അനൂഷേ അതിനുണ്ടാ വന്നിട്ട് എക്സ്പീരിയൻസ് പറ. പുള്ളി കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ അങ്ങനെ വഞ്ചിയിൽ ഇങ്ങനെ പോണത് ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ടാ ഷോണെ? അടിപൊളിയല്ലേ? നല്ല കാറ്റും നല്ല രസമാണ്. തൃശ്ശൂർ ജില്ലയിൽ ആകെയുള്ളൊരു സ്ഥലമാണ് ഇങ്ങനെ വഞ്ചിയിൽ പോയി താമരയിലൂടെ പോണ സ്ഥലം.
അതുകൊണ്ട് ഇവിടെ കണ്ടമാനം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. Call me Vara, make me so sad. I was only chilling on a boya. I'm happy that I'm young, I'm happy that I'm fun. ചേട്ടൻ നിർത്തിയോ ഇവിടെ നമുക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതാണ് പറഞ്ഞത്, ഇങ്ങനെ വെറുതെ പോയിക്കൊണ്ടിരിക്കില്ല. 200 രൂപയാണ് ചാർജ്. പക്ഷെ അത് 3 പേർക്കാണ്, അല്ലാത്ത 3 പേർക്ക് കയറാൻ. 3 പേർക്കല്ലേ ഏട്ടാ കയറാൻ പറ്റണേ? 3 പേർക്ക് തന്നെ കയറാൻ പറ്റുള്ളൂ. 200 രൂപയാണ് ചാർജ്. നമ്മൾ പറയുന്ന സ്ഥലത്ത് അവൾ നിർത്തി തരും. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടണൊക്കെ ഉണ്ടാക്കാം. ഉണ്ടായിരിക്കണം.